ഒരാളൊരിക്കലും ഞാൻ കല്യാണം കഴിക്കും. ഒരു രസകരമായ കോൺവെർസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഋഷിയും അഭിഷേകും ജിൻഡോയും ജാസ്മിനും തമ്മിൽ. അപ്പോൾ ജാസ്മിൻ കല്യാണക്കാരിയാണ് പറയുന്നത്, ഞാൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞ് കുറച്ചും കൂടി കൂളായിട്ടുള്ള ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക, എൻ്റെ അതേ സ്വഭാവമുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജിൻഡോ ഇവരുടെ കൂടെ പോകുന്നുണ്ട്. ജിൻഡോ പറയുന്നുണ്ട് നിന്നെക്കാട്ടി വേറെ ലെവലിലുള്ള ആൾക്കാരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങളുടെ അല്ലേ, എന്നാൽ പിന്നെ റിജക്റ്റഡ് എന്ന് അപ്പം തന്നെ പറയുന്നുണ്ട്. ജാസ്മിൻ പറയുന്നുണ്ട് എൻ്റെ ഈ കോണം അല്ലാതെ ഓപ്പോസിറ്റുള്ള, അതായത് കുറച്ചും കൂടി കൂളായിട്ടുള്ള ഒരാളെയാണ് നോക്കുന്നത്. അങ്ങനെ കെട്ടിയില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ജീവിതം പോയത് തന്നെ എന്നൊക്കെ ഋഷിയൊക്കെ അവിടെ ഇരുന്നിട്ട് കളിയാക്കി പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച അഭിഷേകണ്ണനെ കെട്ടാൻ പറഞ്ഞ് ജാസ്മിൻ കയറിയിട്ട് അഭിഷേകിനോട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ വിചാരിച്ചു അഭിഷേകണ്ണനെ കെട്ടാന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് അഭിഷേക് ഇങ്ങനെ ശ്വാസം വിടാതെ ജാസ്മിനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ജാസ്മിൻ ചോദിച്ചിട്ട് എന്താ, അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, വളരെ രസകരമായിട്ടുള്ളൊരു മറുപടിയാണ്, എൻ്റെ ജീവിതം നായനാക്കിയത്. അഭിഷേക് പറയുന്നുണ്ട് എൻ്റെ ജീവിതം നായ നക്കിയത് തന്നെയെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്താണ് എനിക്ക് കുറവ്, എനിക്ക് എന്താണ് ഒരു കുറവ് എന്ന്. അപ്പം അഭിഷേക് പറയുന്നുണ്ട് ആ കുറവേ ഉള്ളൂ എന്നെൻ്റെ കൂടുതൽ പറയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നൊരു രസകരമായിട്ടുള്ളൊരു സംഭാഷണം നടത്തിയതാണ് കല്യാണത്തിനെ കുറിച്ചൊക്കെ. അഹങ്കാരം ഇച്ചിരി കൂടുതലുണ്ട്. ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണ് കൂടുതലുള്ളതെന്ന്. അപ്പം അഭിഷേക് പറയുന്നുണ്ട് നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ടെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇത്ര സർവോപരി നല്ല ഗുണമുള്ള സർവോപരി സൗന്ദര്യ സമ്പന്നയായിട്ടുള്ള എനിക്കോ നിനക്ക് അസൂയാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞൊരു രസകരമായിട്ടുള്ളൊരു ടോക്കായിരുന്നു അത്.